Hey guys, it's me IMAD ALDIN and welcome back to IMADZ Talk. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 21 days 21 ദിവസം എന്ന അത്ഭുതത്തെക്കുറിച്ചിട്ടാണ്. യെസ്, ദ മിറാക്കിൾ ഓഫ് 21 days. നമുക്ക് ഏതൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് 21 ദിവസം കൊണ്ട് 21 days കൊണ്ട് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. യെസ്, വി ക്യാൻ ബിൽഡ് എനി ഹാബിറ്റ് വിത്തിൻ 21 days. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹാബിറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചീത്ത ഹാബിറ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നിന്ന് അത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്കത് 21 ദിവസം കൊണ്ട് 21 days കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്, അത് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. യെസ്, വി ക്യാൻ ഡിസ്ട്രോയ് എനി ഹാബിറ്റ് വിത്തിൻ 21 days. ഏത് അഡിക്ഷൻ വേണമെങ്കിലും നമുക്ക് 21 ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ബട്ട് ഇതിനെല്ലാം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളൊരു ഫാക്ടറാണ്. സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഐ കാർഡിലും കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ വാച്ച് ഇറ്റ്. സോ നമുക്കെന്തായാലും എങ്ങനെയാണ് 21 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ കാര്യമാണ് ഡു ഇറ്റ് ഫോർ 21 days. യെസ്, 21 ദിവസം നമ്മൾ അത് കണ്ടിന്യൂസ് ആയി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ആവശ്യമുള്ളത് പേഷ്യൻസും സെൽഫ് ഡിസിപ്ലിനുമാണ്. ആ ഒരു 21 ദിവസം 21 days കാത്തിരിക്കാനുള്ള പേഷ്യൻസ്, ആ ഒരു 21 ദിവസം എന്ത് വന്നാലും ഞാനത് ചെയ്യും എന്നൊരു തീരുമാനമാണ് നമുക്ക് വേണ്ടത്. സെൽഫ് ഡിസിപ്ലിൻ, അതാണ് ഈ ജേർണിയിൽ ആദ്യം വേണ്ടത്. എന്ത് വന്നാലും എല്ലാ ദിവസവും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ചെയ്യും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയണം അത്. ബിക്കോസ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യേണ്ടത് 1-2 ദിവസമല്ല. വി ഷുഡ് കണ്ടിന്യൂ ഇറ്റ് ഫോർ 21 days. 21 ദിവസം. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ എഴുന്നേൽക്ക്. ഒരു ദിവസം പോലും ഗീവ് അപ്പ് ചെയ്യരുത്. ഒരു ദിവസം പോലും നേരം വൈകാതെ രാവിലെ നേരത്തെ എഴുന്നേൽക്ക്. സോ ഡു ഇറ്റ് ഫോർ 21 days. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യമാണ് റിസർച്ച് അബൌട്ട് ദ ഹാബിറ്റ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗ്രോ. അതായത് നമ്മൾ ഏതൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോളജ് എന്നുള്ളത്, അറിവ്. നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഹാബിറ്റിനെ കുറിച്ചിട്ട്, ഓർ നിങ്ങൾ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് നിരന്തരം പഠിക്കണം. ബിക്കോസ് നമ്മൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ശരിയായ രീതിയിൽ ചെയ്യാമെന്നുള്ളത്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ. യെസ്, വി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ആൻഡ് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ, കൂടുതൽ അറിയുമ്പോൾ ശരിക്കും നമ്മുടെ മൈൻഡ് അതിലേക്ക് ഫോക്കസ്ഡ് ആവുകയാണ്, ആ ഒരു ഹാബിറ്റിലേക്ക് ഫോക്കസ്ഡ് ആവുകയാണ്. നമ്മൾ കൂടുതലായിട്ട് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ആവുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. So learn about the habit that you are going to build. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യമാണ് ട്രയൽ ആൻഡ് എറർ എന്നുള്ളത്. നമ്മൾ ഏതൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും എറേഴ്സ് വരാം, അതുപോലെ തന്നെ മിസ്റ്റേക്സ് വരാം. അപ്പോൾ ആ ഒരു എറേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറേ മാറ്റങ്ങളും കൊണ്ടുവരേണ്ടി വരും. ആ ഒരു എറേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് മിസ്റ്റേക്സ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി 21 ദിവസം ഈ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 2 ദിവസം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് us more. So try it for 2 days before doing it for 21 days. ആൻഡ് നാലാമത്തെ ഒരു കാര്യമാണ് കീപ്പ് എ കലണ്ടർ എന്നുള്ളത്.
അതായത് നമ്മളൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണത്. യെസ്, യു ഷുഡ് കീപ്പ് എ കലണ്ടർ. നിങ്ങളൊരു 21 ദിവസത്തിലേക്ക് 21 ഡേയ്സിലേക്ക് ഉള്ളൊരു കലണ്ടർ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ആ ഒരു കലണ്ടറിൽ ഓരോ ദിവസം കഴിയുമ്പോൾ മാർക്ക് ചെയ്യണം. നമ്മൾ ആ ഒരു ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക്, അതുപോലെ തന്നെ ആ ഹാബിറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്തതെങ്കിൽ ക്രോസ് മാർക്കും കൊടുക്കണം. ബിക്കോസ് ഈ ഒരു കലണ്ടർ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ കൂടുകയാണ്. അതുപോലെ നമ്മൾ ക്രോസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഷ്യസ്നെസ്, നമുക്കൊരു ബോധം അവിടെ ഉണ്ടാവുകയാണ്, നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധം. സോ നിങ്ങൾ ഈ ഒരു കലണ്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. 2 ബെനിഫിറ്റ്സ് ഞാനിപ്പോൾ ഇവിടെ പറയാം. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, എത്ര ദിവസം ഞാനിത് ചെയ്തു, അതുപോലെ തന്നെ എന്ത് ചെയ്തില്ല, എത്ര ദിവസം ഇത് ഞാൻ ചെയ്തില്ല, എന്നാണ് ഞാനിത് ചെയ്യാത്തത്, എന്താണ് ഇതിലെനിക്ക് വന്ന മിസ്റ്റേക്ക്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നിങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. ബിക്കോസ് ഇത്രയും ടിക്ക് മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചിട്ടൊരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ജേണിയെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഈസി ആക്കും എന്നുള്ളതാണ്. ആ 21 ഡേയ്സ് എന്നുള്ളത് വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ കീപ്പ് എ കലണ്ടർ ഫോർ 21 ഡേയ്സ്. ആൻഡ് 21 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെറ്റ് അഫർമേഷൻസ് എന്നുള്ളത്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ചെറിയ കാര്യമല്ലേ, അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യം നമ്മൾ എന്തിനാണ് ഈ ഒരു ജേണിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. യെസ്, ഇറ്റ് ഈസ് സ്മോൾ ബട്ട് പവർഫുൾ. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഡൗൺ ആകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അഫർമേഷൻസ് എന്നുള്ളതാണ്. സോ ഈ ഒരു അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു ജേണിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് നിങ്ങൾ 21 ഡേയ്സ് റൂൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, 21 ദിവസം കൊണ്ട് ഏതൊരു ഹാബിറ്റ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. സോ ഈ ഒരു 21 ദിവസം കൊണ്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഇറ്റ്സ് മീ ഇമാദ് ആൽദിൻ, സൈനിങ് ഓഫ് ഫ്രം ഇമാദ്സ് ടോക്ക്.